ലോകം കണ്ട ഏറ്റവും വലിയ നിഷേധിയാണ് ഫറോവ. ഇക്കാലത്തിന്റെ യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അങ്ങേയറ്റത്തെത്തുന്ന 9 മാസവും തന്നെ ഗർഭാശയത്തില് നോമ്പാടത്തിനും ഒരു മര്യാദയുണ്ട്, ആ നിരീശ്വരവാദത്തിനും ഒരു മര്യാദയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന എടമറകിനെ പോലെയുള്ള ആളുകൾ പോലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തിനപ്പുറത്തേക്ക് യുക്തിവാദത്തിന്റെ തലങ്ങളെ കൊണ്ടുപോയിട്ടില്ല. പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് സ്വന്തം മാതാവിനെ പോലും പരിഹസിക്കുന്ന വിധം യുക്തിവാദം കടന്നു പോകുമ്പോ ഇതിന്റെയൊക്കെ നേതാവായ ഫറോവ പടച്ചവനെ കൊല്ലാൻ അബദ്ധജടിലമായ വാദത്തോടെ ആകാശത്തമ്പരതുണ്ടിയായ ഗോപുരം പണിത ഫറോവ. പെങ്ങളെ, ഞാനിത് പറഞ്ഞു നിന്നറിയോ? ഇത്രയും വലിയ അഹങ്കാരിയായൊരു മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുസ്സഹമായ ഒന്നല്ലേ? അവസാനം സ്വന്തം ഭാര്യ തന്നെ അള്ളാഹുവിലെ അചഞ്ചലമായ വിശ്വാസമാണെന്നറിഞ്ഞപ്പോ തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യ മലത്തിക്കടത്തിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് കുന്തമുന ഇങ്ങനെ കുത്തിയിറക്കി, ശരീരത്തിലേക്ക് പച്ചമൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട യുവതിയുടെ ശരീരത്തിലേക്ക് ചാട്ടവാറുകൾ ആഞ്ഞടിക്കുമ്പോ ആ സമയത്ത് ലോകചരിത്രത്തിന്റെ രക്തസാക്ഷിണികളുടെ മാതാവായി മാറിയ മഹതിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ ശരീരം ഇങ്ങനെ മരത്തിക്കടത്തിയിട്ട് മൂർച്ചയുള്ള ആയുധം പച്ചമാംസത്തിലൂടെ കുത്തിയിറക്കപ്പെടുമ്പോ ആയിരക്കണക്കിന് നിരപരാധികളുടെ ശവമഞ്ചമേറി ഫലസ്തീനിലൂടെ നടന്നുപോയ ആയിരക്കണക്കിന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യാങ്കിപ്പടയുടെ വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് പിടഞ്ഞു കയറി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ഫലസ്തീനിലെ രക്തസാക്ഷികൾ, അവർക്കെല്ലാം മാതൃകയായി ഊർജ്ജമായി നിലനിന്ന ഒരു പെണ്ണുണ്ട്, ആസിയ ബിന്ത് മസാഹിമിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹ. മലത്തിക്കടത്തിയിട്ട ആ പച്ച പെണ്ണിന്റെ പെങ്ങളെ, ഈ കല്ലറക്കൽ എന്നെ കേൾക്കാൻ ഇങ്ങനെ തെടിച്ചുകൂടിയ സഹോദരിമാരോട്, നിങ്ങളെപ്പോലെ വികാരങ്ങളുള്ള, നിങ്ങളെപ്പോലെ വിചാരങ്ങളുള്ള, സ്വപ്നമുണ്ടായിരുന്ന, ആഗ്രഹമുണ്ടായിരുന്ന, മക്കളെ താലോലിക്കാനും ഒരു ഉമ്മയായി ജീവിക്കാനും ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന, എന്നാൽ കൈയൊന്നു മാടി വിളിച്ചാൽ പരിചാരകരോടിയെത്തുന്ന, സ്വർണ്ണ ചഷകങ്ങളിൽ പാനം ചെയ്യാൻ കഴിയുന്ന ഭർത്താവിന്റെ തമ്മാടിത്തരത്തിനോടൊന്ന് ഒത്തുനിന്നാൽ, പടച്ചറപ്പിനോട് നേരെ ഒന്ന് കണ്ണടച്ചു നിന്നാൽ, ദുനിയാവിനെ ഒന്ന് പ്രണയിച്ചു പോയാൽ, വെഞ്ചാമരം വീശുന്ന തോഴിമാരുടെ കൂടെ രാജ്ഞിയായിട്ട് ഈജിപ്തിന്റെ കിരീടവും വെച്ച് ജീവിക്കാൻ അസുലമായ ഭാഗ്യം കൈവെള്ളയിലിരിക്കെ മരത്തിക്കടത്തിയിട്ട് ശരീരത്തിലെ പച്ചമാംസത്തിലേക്ക് മൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറക്കുമ്പോ, ചാട്ടവാറ് ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ ആസിയ എന്ന യുവതിയുടെ ഒരു ദുആ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ചരിത്രത്തിൽ ഇതുപോലൊരു പ്രാർത്ഥനയുണ്ടാവില്ല. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം, എന്റെ ശരീരത്തിലോട്ട് കുത്തിയിറങ്ങുന്ന പച്ചമാംസത്തിലെ കരിച്ചിറങ്ങുന്ന വേദനകൾക്ക് പകരം, എന്റെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾക്ക് പകരം, ഞാൻ ഒൽപ്പിച്ചു കളഞ്ഞ, ഞാൻ അവശേഷിപ്പിച്ച, വലിച്ചെറിഞ്ഞ എന്റെ സ്വപ്നങ്ങൾക്ക് പകരം, അല്ലാഹുവേ എനിക്ക് നിന്നോട് ചോദിക്കാൻ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ആസിയക്ക് സൗന്ദര്യം വേണ്ട റബ്ബേ, ആസിയക്ക് സൗരഭ്യം വേണ്ട റബ്ബേ, ആസിയക്ക് ഈ ദുനിയാവൊന്നും വേണ്ട. അടുത്ത നിമിഷം എന്റെ കണ്ണടഞ്ഞിട്ട് നിന്റെ മാർഗത്തിൽ എന്റെ ജീവിതം അവസാനിക്കുമ്പോ, അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണമെന്നല്ല. നമ്മൾ പലപ്പോഴും വാള് കേൾക്കുമ്പോ പറയുന്നത് ആസിയ ബീവി സ്വർഗത്തിലെ വീട് ചോദിച്ചെന്നാണ്. അല്ല അല്ല, ആസിയ ബീവിയുടെ ദുആ പടച്ചവനെ എല്ലാവരെയും പോലെ വിശാലമായ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു വീട് ആസിയക്ക് വേണ്ട. ഇൻദക ബൈതൻ ഫിൽ ജന്ന,
എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം റബ്ബേ. ആ വീട് സാധാരണ വീട് പോരാ, എന്തൊക്കെ നിന്റെ അടുത്തായിരിക്കണം എന്റെ വീട്. ആർക്കു വേണ്ടിയാണോ ഞാൻ കൊല ചെയ്യപ്പെട്ടത്, ആരെ വിശ്വസിച്ചതിനാണോ എന്റെ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ടത്, ആർക്കു വേണ്ടി ഈമാൻ വെച്ചതിനാണോ എന്റെ സ്വപ്നങ്ങൾ കരിക്കപ്പെട്ടത്, ആരുടെ തക്ബീർ പറഞ്ഞതിനാണോ എന്റെ ഭർത്താവിനെ നാക്കു മുറിച്ചെടുത്തത്, റബ്ബേ അത് നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അതുകൊണ്ട് ആസിയക്ക് സ്വർഗത്തിലൊരു വീട് തന്നാൽ ആ വീട് സ്വർഗത്തിന്റെ VIP ഏരിയയില് അതിന്റെ തൊട്ടടുത്ത് നീ ഉണ്ടാവണം അല്ലാ. ഇന്തൊക്കെ നിന്റെ അടുക്കല് മതി. ഞാൻ കണ്ണു തുറന്നാല് നിന്റെ തജല്ലിയായ ദാത്തിനെ കാണണം. സ്വർഗത്തിന് ഞാൻ എപ്പോഴും കാണുന്നത് നിന്റെ നൂറായിരിക്കണം. അതുകൊണ്ട് നിന്റെ അടുത്തൊരു വീട് വേണം റബ്ബേ. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നമ്മളെ പോലെയല്ല ഈ ദുനിയാവിന്റെ സകലമാന ആഡംബരങ്ങളും കൈവെള്ളയിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ തൊട്ടടുത്തൊരു സ്വർഗ വീട് ചോദിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടൊരു വിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഖുർബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നടന്നെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, പടച്ചറപ്പിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മാസറഫ ഇന്തിസാറോ മുന്തസർ. അല്ലാഹുവിന്റെ അബ്ദു ദീഗർ പാരിസിയാണ്, ഉറുദു അല്ല, പാരിസി ഭാഷയാണ്. അബ്ദു ദീഗർ അബ്ദുഹു ചീസേ ദിഗർ മാസറഫ ഇന്തിസാറോ മുന്തസർ. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനാകണം. അങ്ങനെ ആകണമെങ്കിൽ പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം. നമുക്ക് സന്തോഷം തരുന്ന പലതിനെയും നമ്മൾ വേണ്ടെന്ന് വെക്കണം. നമുക്ക് പടച്ചോന്റെ തൃപ്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവനിലേക്ക് അടുക്കണം. അവനിലേക്ക് അടുക്കണമെങ്കിൽ പലതിനെയും നമ്മൾ ത്യജിക്കണം. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, യുവാക്കളോട്, ധാരാളം യുവാക്കൾ ഇവിടെയുണ്ട്, ധാരാളം യുവാക്കൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഇത് പറ്റൂലല്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അധിക മനോഹര നൂറുള്ള അഹ്മദ് നബി സല്ലല്ലാഹു അഗരിദയാലു ഹബീബുല്ലാഹ് ആമന്ന ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. കാദറാജ് വലിയ മൗലൂദൊക്കെ നടത്തിട്ട് ഇവരൊന്ന് സലാത്ത് ഇല്ലാത്തെന്താ? എന്ത് കാദറാജ്? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വലിയ സുഹൃതമല്ലേ? റബീഉൽ അവ്വൽ 12-ന് ഒരു സമ്പന്നനായ മനുഷ്യൻ എല്ലാരെയും വിളിച്ച് നബിയങ്ങളുടെ മദ്ഹ് പറയുക, ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ ഒരു ഭാഗ്യാണ്. പള്ളിക്ക് ഇപ്പോ ദറസ് ഉണ്ടാക്കാൻ പോണു, പൈസ കൊടുക്കണു. ഉസ്താദിയൊക്കെ ഇല്ല ഇവിടെ, ഇടയ്ക്ക് ചോദിക്കുമ്പോ കാണും. അവരുടെ സമ്പത്തുകൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. നിങ്ങളൊരു ആമീൻ പറയാൻ നിന്നാ പറ്റത്തില്ല. ഞാൻ ഒന്നാമത് പ്രസംഗത്തിന് ആദ്യമേ ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നോളൂ. എനിക്ക് പനി പിടിച്ചിട്ട് നല്ല പ്രശ്നം എനിക്കുണ്ട്. ഞാൻ ഉംറ കഴിഞ്ഞ് പിന്നെ ദുബൈയിൽ പോയി തിരിച്ചു വന്ന് 2 ദിവസം ആകുന്നുള്ളൂ. ഈ കാദറാജിയോട് ഞാൻ നേരത്തെ ഒരു വാക്ക് കൊടുത്തു, അല്ലെ ഈ പരിപാടി ഒഴിവാക്കും. അപ്പൊ നല്ല ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഞാൻ വളരെ ക്ഷീണിതനായിട്ട് നിൽക്കണം. അവന് വന്നിട്ട് എനിക്ക് വയ്യാന്ന് പറയുന്നൊരു മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ചൂട് വേണം. മോനെ ഈ ഫാനൊന്ന് ഇച്ചിരൊന്ന് അതിന്റെ കൂടെ വേർക്കും കൂടെ ചെയ്താൽ പണ്ടാരോ വന്നാലും ഒന്നാമതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ യുവാക്കളോട്, യുവതികളോട് ഞാൻ ചോദിക്കുകയാണ്, ആരുമായിട്ടാണ് നമ്മുടെ ബന്ധം? എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടിയത്? ഏതാണ് നമുക്കുണ്ടായത്?
നമുക്ക് ധാരാളം ആളുകൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, 15 വയസ്സുകാരിയെ 16 വയസ്സുകാരൻ മാനഭംഗം ചെയ്ത് കൊല്ലുന്ന കാലം. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ? ഞാൻ ഈ വർഷത്തെ തന്നെ ന്യൂ ഇയർ പ്രഭാഷണം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് നടന്നത്. ആ പ്രസംഗത്തിന്റെ ലൈവ് ഒന്ന് കേട്ടാൽ അറിയാം. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വഴിതെറ്റുന്ന യുവതയല്ല, വഴിതെറ്റുന്ന കൗമാരമാണ്. ഞാൻ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രഭാഷണത്തില് ഞാൻ പറഞ്ഞത് വഴിതെറ്റുന്ന കൗമാരമാണ് പ്രശ്നം, യുവതയല്ല, യുവാക്കളല്ല പ്രശ്നം. കൗമാരം പ്രശ്നമാണ്, ടീനേജ് വലിയ പ്രശ്നമാണ് ടീനേജ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, യുവാക്കളല്ല. യുവാക്കളൊക്കെ അത്യാവശ്യമൊക്കെ ചുണ്ടിന്റെ ഇടയിലും വെച്ച് കഴുത്തിന്റെ ഇടയിലും വെച്ച് എല്ലാം പോയി തിരിച്ചു വരാൻ തുടങ്ങി. അവർക്ക് അപകടം മനസ്സിലായി. പക്ഷെ ഈ ടീനേജ് അപകടം മനസ്സിലാക്കിയിട്ടില്ല. ഇവിടുത്തെ റാപ്പ് മ്യൂസിക്കിന്റെ ആളുകൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിലിപ്പോ റാപ്പ് മ്യൂസിക്കിന്റെ താളവും അതിന്റെ ആട്ടവുമാണ്. ഓരോ ഉദ്ഘാടനത്തിലും റാപ്പ് മ്യൂസിക്കിന്റെ ഗാനമേള നടക്കുമ്പോ തൊട്ടടുത്ത സ്കൂളുകളിൽ ഹാജരില്ല. 13 വയസ്സ് മുതൽ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മുഴുവനും അവരുടെ ഫോളോവേഴ്സാണ്. അതിൽ നിന്ന് എന്താണ് കിട്ടിയത്? അവരെവിടേക്കാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? ഏതിലേക്കാണ് കടന്നു പോകുന്നത്? നമ്മുടെ കുട്ടികളെ 13 മുതൽ 21 വരെയുള്ള നിങ്ങളുടെ കുട്ടികളോട് ചോദിക്ക്, ആരെയാണ് ഏറ്റവും ഇഷ്ടം? മമ്മൂട്ടിയല്ല, മോഹൻലാലിനെ അല്ല, അവർക്ക് ആർക്കും ഇഷ്ടം സൽമാൻ ഖാൻ ഒന്നും അല്ല, അതൊക്കെ മാറി. മമ്മൂട്ടിയല്ല അവർക്ക് ഇപ്പൊ ഇഷ്ടം, അവർക്കിപ്പോൾ ഇഷ്ടം റാപ്പി മ്യൂസിക്കിലാണ്. അവർ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചാൽ കുടിക്കാൻ പറ്റുമോ ഇല്ലയോ, കറാഹത്താണോ എന്നുള്ള ഗവേഷണത്തിലാണ് അവർ. നിങ്ങളുടെ കുട്ടികളെ ഇൻസ്റ്റാഗ്രാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും, ആരെയാണ് ഏറ്റവും കൂടുതൽ? അമ്മമാര് പറയും. ആ പറയുന്നതിൽ എവിടെയെങ്കിലും ധാർമ്മികതയെങ്കിലും ഒരുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗത്ത്? ആ കേൾക്കുന്ന പാട്ടുകൾ കുട്ടികളെ മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമകളാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഇല്ലാത്ത വരികളുമായി ആഞ്ഞു തുള്ളുകയാണ്. നമ്മുടെ കുട്ടികൾ നിരന്തരമായി കേൾക്കുന്നതാണ്. നിരന്തരമായി ഒരു കാര്യം കേൾക്കുമ്പോൾ അവരതിലേക്ക് കടന്നു പോകും. ഞാൻ സംഗീതത്തിനെതിരൊന്നുമല്ല, പക്ഷേ പണ്ട് കാലത്തെ മാപ്പിളപ്പാട്ടുകൾ അത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയത്തിന് ചിലപ്പോൾ ഒരു വികാരമുണ്ടാകും. ഞാൻ മാപ്പിളപ്പാട്ടുകളെയോ ഗായകന്മാരെ ഒന്നും എതിർക്കുകയല്ല. നമ്മൾ ഇപ്പോഴത്തുള്ള പാട്ട് കേക്ക്, ലൈലാന്റെ പാദം പതിഞ്ഞൊരു മണ്ണും മജ്നൂൻ തേടി നടന്നതുപോലെ നീ അതിന്റെ പുറകെ മണത്തി നടന്നോളെ. അപ്പുറത്തോട്ട് എന്താ ഉള്ളത്? പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയാണോ? പണ്ടുകാലത്തെ മാപ്പിളപ്പാട്ട് കേട്ടാൽ എന്ത് രസമാണ്. ജ്ഞാനമതില്ലാതെ കാട്ടിപ്പോയി പല നമൂസ്, ഞാനെന്ന ഭാവത്താൽ കൽവിൽ കേറി ഇബ്ലീസ്, ജ്ഞാനമതില്ലാതെ കാട്ടിപ്പോയി പല നമൂസ്. എത്ര മനോഹരമായിട്ടാണ് ആ വാക്കുകൾ വരിക. അതുകൊണ്ട് സംഗീതത്തിനോ ഗായകനോടോ ഞാൻ എതിര് നിൽക്കുകയല്ല. പക്ഷേ സഹോദര, റാപ്പ് മ്യൂസിക്കിന്റെ ആൽബങ്ങളിലോ ഹോളിവുഡിന്റെയും ബോളിവുഡിന്റെയും സിനിമാ താരങ്ങളിലോ അല്ല യുവാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയേടെന്നറിയോ? ആ വഴിയാണ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോകളാരാ. ആ ഹീറോകൾ ഇൻസ്റ്റയിൽ 10 മില്യൺ വ്യൂവേഴ്സ് ഉള്ളവരല്ല, ഈ സോഷ്യൽ മീഡിയയിലെ ഭരിക്കുന്നവരല്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോകൾ ആരെന്നറിയുമോ? അവരാണ് നബി ബക്കരി വന്നുമരി വഅനലി വഅന ഉസ്മാന ദിൽ കറമി സയ്യിദന സയ്യിദിൻ സുബൈരിൻ തൽഹതി വബി ഉബൈദതി വബിനി ഔ ഫിന്നാശിരിൽ കറമി മൗലായ സല്ലി വസൽ. നന്നായിട്ട് പാട് മനുഷ്യന്മാർ. ഇപ്പൊ മൗലായ വരെ എയർടെലിന്റെ ടൂണില. മൗലായോ സല്ലി എല്ലാം അതിന്റെ തനതായ ശൈലി എന്നൊക്കെ പോയി. മൗലായ ഒരു ബുറദ പാടിയാല് അത് ആസ്വദിക്കാൻ പറ്റണ്ട. അതൊക്കെ എല്ലാരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായപ്പോ നമ്മുടെ സാദിഖ് അലി ഫാദിലി ബുറദ പാടും. കേട്ടാൽ നമ്മൾ അറിയാതെ മദീനയിൽ പോകും. കേട്ടിട്ടുണ്ടോ? എന്റെ അടുത്ത സുഹൃത്താ, ഞാൻ ഒറ്റക്കിരുത്തി പാടിക്കും.
സാദിഖ് അലി ഫാദിലി, അങ്ങനെ എത്ര ആളുകൾ. ഇതെല്ലാരും മൗലായ. ഈ അടുത്ത സമയത്ത് നബിതങ്ങള് ഹിജറ പോയ ത്യാഗത്തിന്റെ കഥ പറയുന്ന പാട്ടൊക്കെ ചില ഗായികമാര് പാടുന്നത് കേൾക്കണം. ഹക്കാനെ കോനമറ മക്കാബൂബിത്ത നബി പക്കാമദീനത്തണവായ് ആടി പാടി. ഇതെന്താ പാടണമെന്നെങ്കിലും ഒന്ന് വിചാരിക്കണ്ട. വിഷയവുമായിട്ടൊരു ബന്ധം വേണ്ടേ? എല്ലാം ആട്ടവും പാട്ടവുമായി മാറുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരെ നമ്മൾ പിന്തുടരേണ്ടതാരെയാ? ലോകത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും നിലനിൽക്കുമ്പോഴും ആ സമയത്തെല്ലാം ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇതേവരെ അസത്യം പറയാത്ത നാവുകൊണ്ട് സൈദേ നീ സ്വർഗത്തിലാണ്, അബൂ തൽഹ നീ സ്വർഗത്തിലാണ്, സുബൈറേ നീ സ്വർഗത്തിലാണ്, നീ ഭൂമിയിലെ താൽക്കാലിക ജീവിതം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തെ ഉറപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കിടന്നുപോയ അശറത്തുൽ മുബശ്ശിരീങ്ങളായ 10 പേരില്ലേ, അവര് ലോകചരിത്രത്തിൽ നിന്റെ റോൾ മോഡലായി മാറണം. ആ 10 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മഹാനായ സയ്യിദുനാ സഅദ് ബിൻ അബീ വഖാസ്. മഹാനായ സയ്യിദിനാ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആരാ സഅദ് റളിയല്ലാഹു തആല അൻഹു? ആരെന്നറിയോ? എന്റെ അഭിനവകാല യുവതയോട് സംസാരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലോട്ട് കടന്നു വരുന്ന ആരംഭകാലത്തില് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ 5 വിശ്വാസികളിൽ 5ാമത്തെ ആളാണ് 18 വയസ്സ് പോലും തികയാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു. കൗമാരപ്രായത്തിൽ വഴിതിരിച്ചു പോകുന്ന പ്രിയപ്പെട്ട കൗമാരത്തിനോട്, യുവത്വത്തിനോട് ഞാൻ ഈ പറയുന്നത് ഒരു 30 വയസ്സുകാരന്റെ കഥയല്ല, 40 വയസ്സുകാരന്റെ കഥയല്ല. 18 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് സയ്യിദ് റളിയല്ലാഹു തആല മക്കയിൽ ജീവിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഇസ്ലാമുമായി കടന്നു വരുമ്പോ സയ്യിദ് റളിയല്ലാഹു തആല 18 വയസ്സുള്ള പൊന്നുമോന് ചാബല്യങ്ങളുടെയും അപലതകളുടെയും ചപലതകളുടെയും കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സയ്യിദ് എന്ന് പറയുന്ന 18 വയസ്സുകാരൻ ഇസ്ലാം വിശ്വസിച്ചത് ഉമ്മയറിയപ്പോ ആ ഉമ്മ സയ്യിദിനോട് പറയുന്ന, സയ്യിദേ, നമ്മുടെ പാരമ്പര്യമായി കടന്നു വരുന്ന പിതാമഹന്മാര് വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് നീ മുഹമ്മദിനെ വിശ്വസിച്ചോ സയ്യിദേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറയാം, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമായി പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തിരിച്ചു വരാൻ പറഞ്ഞപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. അവസാന സയ്യിദിന്റെ ഉമ്മ പറയാണ്, 18 വയസ്സുകാരന്റെ ഉമ്മ, മോനെ സയ്യിദ്, നീ എന്ന് അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ മനാത്തയുടെയും ലാത്തയുടെയും മതത്തിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ ഉമ്മയിനെ ജലപാനം ചെയ്യില്ലെന്ന് പറഞ്ഞ് നിരാഗ്രഹം കിടക്കുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആദ്യം അതൊന്നും ഗൗനിച്ചില്ല. അവസാനം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല വിഷമബദ്ധത്തിലാകുന്നു. ആളുകൾ മക്കയിൽ മുഴുവനും വാത്തക്കാറ്റ് തീ പോലെ പടരുന്നു. സയ്യിദിന്റെ ഉമ്മ നിരാഹാരം കിടന്ന് മരണത്തിലോട്ടെടുക്കുന്നു. സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല ആളുകളുടെ ബഹുജന സമ്മർദ്ദം ഉണ്ടാകുന്ന സയ്യിദിന്റെ മേൽ സ്വന്തം മാതാവിന്റെ ജീവൻ കളഞ്ഞിട്ടാണോ ഇന്നലെ വന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ നീ മെനഞ്ഞെടുക്കുക? അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ആ 18 വയസ്സുകാരന് ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
എന്റെ ഇലാഹായ പടച്ചവനിലും അങ്ങയിലും വിശ്വസിച്ചതിന്റെ പേരിൽ എന്റെ ഉമ്മ മരിക്കാൻ പോകുന്ന നബിയേ, ഞാൻ ഉമ്മാടെ വാക്കിന് വഴിപ്പെടണോ അതല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി നിലനിൽക്കണോ? അല്ലാഹുവിന്റെ റസൂലിന് ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഉമ്മയെ തള്ളണോ പടച്ചവനെ കൊല്ലണോ? പടച്ചോനെ തള്ളണോ ഉമ്മയെ കൊല്ലണോ? എന്ത് ചെയ്യണമെന്നറിയാതെ 18 വയസ്സുള്ള പൊന്നുമോൻ വലിയ സമ്മർദ്ദത്തിലാകുമ്പോ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോകവേ വീടിന്റെ മുറ്റത്ത് വലിയ ജനക്കൂട്ടമുണ്ട്. ഉമ്മയരാ മരണത്തോട് മല്ലടിക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല ഒരു തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് അവസാനത്തെ ചുണ്ടുണങ്ങി കിടക്കുന്ന ഉമ്മാന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുമ്പോ എന്റെ പൊന്നുമ്മ അഭിനവകാല തലമുറക്കൊന്നും ഈ ചരിത്രം മനസ്സിലാവില്ല. അപസർപ്പക കഥകളെ വെല്ലുന്ന ഡാർക്ക് റൂമുകളില്, നഖത്തിന്റെ 4 വലിപ്പമില്ലാത്ത ചുറ്റുകളില് ലോകത്തുള്ള 140 രാട്ടത്തിൽ ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും പാതിരാവിന്റെ നിശബ്ദതയിൽ കണ്ടുപിടിച്ചു വരുന്ന റാപ്പ് വേടന്മാരെയും മ്യൂസിക് രാജാക്കന്മാരുടെ പുറകെ പോകുന്ന അഭിനവകാല ഈ ചുവിത യൗവനത്തിന് ഇതൊന്നും പറഞ്ഞാൽ കൽവിൽ കേറില്ലെന്നറിയാ. ഇതൊരു പ്രഭാഷകന്റെ വാക്കസർത്തായിട്ട് കരുതണ്ട. എന്നെയും നിന്നെയും പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. പെങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെമ്മൺ പാതകൾ നിറഞ്ഞു കിടക്കുന്നത് പോലെ, സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൺ പാടകൾ നിറഞ്ഞ ഈ തപ്പന മരത്തിന്റെ ഓല ചാരി വെച്ചൊരു കുടിലിൽ നടന്ന വിശ്വാസത്തിന്റെ സംഘടനമാണിത്. ഒരു തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് പ്രിയപ്പെട്ട ഉമ്മാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ദുർബലമായ കൈകൾ കൊണ്ടത് തട്ടി മാറ്റിയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മ പറഞ്ഞു, സയ്യിദേ, ഏത് സമയത്ത് നീ അല്ലാഹനെ തള്ളി പറഞ്ഞിട്ട് തിരിച്ചു വരുന്നോ അന്നല്ലാതെ നിന്റെ ഉമ്മ ഒരു തുള്ളി വെള്ളം കുടിക്കില്ലെന്ന് ഉമ്മ ശപഥം ചെയ്യവേ തകർന്ന കൽബുമായി സയ്യിദ് റളിയല്ലാഹു തആല ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് സയ്യിദ് റളിയല്ലാഹു തആല കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തെല്ലിയാ തുടങ്ങി. ആ 18 വയസ്സുകാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്റെ ഉമ്മാനെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല നബിയേ. ഇനി ഒരു അല്പനിമിഷവും കൂടി താമസിച്ചാൽ എന്റെ ഉമ്മയുടെ റൂഹ് വിട പറഞ്ഞു പോകും. എന്നാലും എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ റബ്ബിനെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. ബസ് സ്റ്റോപ്പിൽ കണ്ട് കണ്ണിറുക്കി കാണിച്ച ചെറുപ്പക്കാരന് താലി ചാർത്താൻ അല്ലാഹു തന്ന ഈമാനിനെ വലിച്ചെറിഞ്ഞ പെങ്ങളെ, മതമല്ല പ്രശ്നം. ജാതിയും മതവും ദേശവും വർണ്ണവും വർഗവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞ് നിസ്കാരത്തടമുണ്ടായിരുന്ന നെറ്റിത്തടത്തില് നിങ്ങൾ പോയി തലകുനിച്ചു നിർത്തിയ അല്ലാഹു തന്ന ഈമാനിനെ ഒരു പുരുഷന്റെ നെഞ്ചിലെ രോമം കണ്ട് വലിച്ചെറിഞ്ഞ് അവസാന ശരീരത്തിനോടുള്ള കൊതി തീർന്നിട്ടവൻ വലിച്ചെറിഞ്ഞപ്പോ റെയിൽവേ ട്രാക്കിലെ ചിതറിത്തെറിച്ചു പോയ 100 കണക്കിന് പെൺകുട്ടികളുടെ കരലിരിപ്പിക്കുന്ന ചരിത്രത്തിന്റെ മുമ്പില് ഒരു 18 വയസ്സുകാരൻ പറഞ്ഞതേതെന്നറിയോ? ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഈമാനിനെ വലിച്ചെറിഞ്ഞ മുസ്ലിമേ, ഖന്തക്കിലും ഖൈബറിലും ചോര കൊടുത്തിട്ട് ഉഹദിലെന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പല്ല് കൊടിഞ്ഞു പോയിട്ട് ബദറിലെന്റെ റസൂല് പട്ടിണി കടന്നിട്ട് നമുക്ക് സമ്മാനിച്ച നമ്മുടെ ദീനില്ലേ, ആ ദീനിനെ വലിച്ചെറിഞ്ഞ പുതിയ തലമുറക്ക് എന്താണ് ഈമാന്റെ വിലയെന്നറിയണോ? ഈ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്റെ മുമ്പിൽ നിരാഹാരം കിടക്കുന്ന നേരത്ത് എന്നാൽ എന്റെ റബ്ബിനെ വലിച്ചെറിയാൻ എനിക്ക് കഴിയുന്നില്ല നബിയേ. എന്ത് ചെയ്യണമെന്നറിയാതെ ആ 18 വയസ്സുള്ള യൗവനത്തിന്റെ പാരമ്യതയിലല്ല ആരംഭത്തിൽ നിൽക്കുന്ന പൊന്നു സൈഡ് വെറുതെയാണോ ഭൂമിയിൽ വെച്ച് സ്വർഗം കിട്ടിയത്? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ തലതല്ലി കരയുമ്പോ എന്നെ കേൾക്കാൻ കല്ലറക്കലും എന്റെ ലൈവിലും കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ,
മക്കാ മണ്ണിലിരുന്നിട്ടൊരു 18 വയസ്സുകാരന്റെ കണ്ണ് നിറഞ്ഞപ്പോ അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചലനമുണ്ടായ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 18 വയസ്സുകാരന്റെ കൽബ് പൊടിഞ്ഞപ്പോ അത് പടച്ചവന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. ഹബീബായ നബി തങ്ങൾക്ക് ഭാവവ്യത്യാസമുണ്ടായി. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുന്നു. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നു. ഒരു 18 വയസ്സുകാരന്റെ കണ്ണീര് വന്നപ്പോഴാണ് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് ആകാശലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹുവിന്റെ ഹബീബിനായ തറങ്ങുകയാണ്. ഇങ്ങനെയാണ് ഓരോ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് 23 വർഷം കൊണ്ട് 6000-ത്തിലധികം ആയത്തിറങ്ങിയത്. സൈദേ എഴുന്നേക്ക് സൈദേ. തന്റെ മുമ്പിൽ ഉമ്മാന്റെ പേരിൽ ആവലാട് പറയുന്ന തന്റെ സൈദിനെ റിസാലത്തിന്റെ ഇരുകരങ്ങൾ എടുത്തിട്ട് സൈദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇരു ചുമലുകളിലേക്ക് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൈദേ നിനക്ക് വേണ്ടി ജിബ്രീൽ ആകാശത്ത് നിന്ന് വന്നു. സൈദേ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. സൈദേ നിന്റെ കാര്യത്തിൽ പടച്ചോന്റെ തീരുമാനം വന്നു. സൈദേ നമ്മുടെ കാര്യത്തിൽ എന്തേ പടച്ചോന്റെ തീരുമാനം വരാത്തത്? നമ്മുടെ കണ്ണീരിന് എന്തേ വിലയില്ലാത്തത്? നമ്മുടെ ആവരാതി എന്തേ റബ്ബ് കേൾക്കാത്തത്? എന്റെ റബ്ബ് ഇപ്പോഴും സമീആണ്. എന്റെ റബ്ബ് ഇപ്പോഴും മുജീബാണ്. ഇന്ന റബ്ബി സമീഉം മുജീബ്. എന്റെ റബ്ബിന് ഇപ്പോഴും കേൾവിയുണ്ട്. എന്റെ റബ്ബ് ഇപ്പോഴും മറുപടി പറയുന്നവനാണ്. ആയത്ത് അവതരിക്കപ്പെട്ടപ്പോ ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ സയ്യിദ് റളിയല്ലാഹു തആല അത്ഭുത സ്തബ്ധനായി കേട്ട് നിന്നിട്ട് ഒരൊറ്റ ഓട്ടമാണ് തന്റെ വീട്ടിലേക്ക്. ആയിരക്കണക്കിന് കുടുംബക്കാര്, നൂറുകണക്കിന് കുടുംബക്കാര് ഉമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു അതിശീഘ്ര ദ്രുതഗമനം ചെയ്ത് ഓടി വരുന്നത് കണ്ടപ്പോ സയ്യിദ് ഏതാണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മാനെ രക്ഷിക്കാനുള്ള വരവാന്ന് കരുതി ബന്ധുക്കളെല്ലാം സയ്യിദേ ഓടിവാ ഓടിവാ, നിന്റെ ഉമ്മ മരണത്തിന് അവസാന ഘട്ടത്തിലാണ്. നാലുപാട് ശ്രദ്ധിക്കാതെ ഓടി വന്ന് ഇതൊരു അപസർപ്പക കഥയല്ല, ഇത് മായാവി കഥയല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സബബ് നുസൂലാണിത്. അത് ആധികാരികമായ ചരിത്രമാണ്. ഓടി വന്നിട്ട് ജലപാനം പോലും ചെയ്യാതെ വിറക്കുന്ന ചുണ്ടുകളുമായി സക്കറാത്തിലോട്ട് കടന്നു പോകുന്ന ഉമ്മയുടെ അടുക്കൽ വന്ന് ആ 18 വയസ്സുകാരൻ വിളിച്ചു, ഉമ്മ. തന്റെ മകൻ തിരിച്ചു വന്നു എന്ന പ്രത്യാശയോടെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കണ്ണു തുറന്നു നോക്കുമ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമ്മ, എന്റെ റബ്ബിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്നെ മുമ്പിൽ വെച്ച് നിരാഹാരം കിടന്നു മരിക്കുമല്ലെന്നേ പറഞ്ഞത്. എന്നാൽ ഉമ്മ, മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാൻ ഞാൻ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ, എന്റെ റബ്ബിനെ ഞാൻ സ്നേഹിച്ചതിന്റെ പേരിൽ ഉമ്മ 100 പ്രാവശ്യം അല്ലാഹു എനിക്ക് ജന്മം തരികയും ആ 100 പ്രാവശ്യം റബ്ബിനെ വിശ്വസിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് പെടഞ്ഞു മരിച്ചാലും ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനെ ഞാൻ കൈവിടില്ല 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 എന്ന് പറയാനാണ് വന്നതുമ്മ. ഇനി നിങ്ങളുടെ തീരുമാനമെടുത്തോളൂ എന്ന് പറഞ്ഞ് അല്ലാഹു എനിക്ക് 100 ജന്മം തരികയും ആ 100 ജന്മം റബ്ബിനെ വിശ്വസിച്ചതിന്റെ പേര്, എന്റെ റബ്ബിനോടടുത്തതിന്റെ പേര് നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും ഉമ്മ, സയ്യിദ് റബ്ബിനെ തള്ളുന്ന പ്രശ്നമില്ല. ആ ഒരൊറ്റ വാക്കിനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പിന്മാറിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ,
അള്ളാഹുവിന് വേണ്ടി 18ാമത്തെ വയസ്സിൽ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളുമായി തുമ്മ നിൽക്കുമ്പോഴും എന്റെ റബ്ബ് എന്റെ റബ്ബ് എന്റെ റബ്ബ് എന്ന് പറയാൻ കഴിയുന്ന ഒരു അടുപ്പത്തിന്റെ പേരാണ് ഒരു യുവതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് മഹാനായ സയ്യിദുനാ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. എവിടെയാണ് സയ്യിദുമാര് ജനിക്കണം? സയ്യിദുമാര് ജനിക്കണം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയീൻ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബദറിലും മികന്തൊരു ശോഭ നബി ബീബി ആമിന തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി നൂറു മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരി ഒന്നുകൂടി ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആനില് ഹാഫിളീങ്ങളോട് ചോദിച്ചാൽ ഏതാ മോനെ പഠിക്കണത്? ഖദ് സമയല്ല. സദറല്ലാനെ നിർത്തിയിട്ടില്ല. ഈ ഉമ്മത്തിന് ഇപ്പൊ വേണ്ട യുവാവ് ആരാന്ന് ഇൻഷാല്ലാഹ് പറയാം. സദറല്ലാനെ അങ്ങനെ വെച്ചോളി. സമയമുണ്ടോ? ഇത് ചുമ്മാ ഒന്നുമല്ല അത്ഭുതം ഉണ്ടായത്. ഇത് വെറുതെയല്ല ഇവർക്ക് സ്വർഗം കിട്ടിയത്. നമ്മളിതെല്ലാം പറയും. നമുക്കിത് വല്ലതും പറ്റുമോ? ഒന്നും പറ്റൂല. സൈദാവാനും പറ്റൂല. ദീനിനു വേണ്ടി ഒരു പല്ലിന്റെ ഊന് പോലും നമ്മുടെ പോയിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ എന്താ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഫിളീങ്ങളോട് ചോദിച്ചവർ ഏതാ പഠിക്കണ? ഖദ് സമയല്ല. ഖദ് സമയല്ല കേട്ടിട്ടില്ലേ? ഖദ് സമയല്ല എന്താണത്? പടച്ച റബ്ബേ യാ അല്ലാഹ്. ഇതാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഖുർആനെ കുറിച്ച് വളരെ കുറവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാൻ ഈ ഓതുന്ന എല്ലാ ആയത്തുകളും ഖുർആനാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹാഫിളാവാൻ പോയത്. 7 മാസം കൊണ്ട് ഹാഫിളായി. ഇപ്പോഴും എനിക്ക് ഏതായത്തും എവിടെ നിന്ന് ഓർമ്മ വരും. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമേ പറയും മനുഷ്യന്മാരെ അതിനിപ്പോ ഇവിടെ ടാക്സ് വല്ലതും കൊടുക്കുന്നു. ഇപ്പോൾ എന്തിട്ട് മനുഷ്യന്മാരോടൊപ്പ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാമേ പറയാ ബീബിങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കല്ലറക്കല്, ഈ പേര് കേട്ടാൽ തന്നെ മരണത്തെ ഓർമ്മ വരും. കല്ലറ എന്ന് പറഞ്ഞാൽ മരണമാണ്. ഈ പേര് തന്നെ നല്ലൊരു പേരല്ലേ. കല്ലറക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഖബറിനെ ഓർക്കണമെന്നാണ്. കല്ലറക്കുള്ളിൽ കൊണ്ടുപോയി അടുക്കി വെക്കും. ആ ഒരു കാലത്തേക്ക് പോകുമ്പോ 3ാമത്തെ 28ാമത്തെ ജുസു തുടങ്ങനാണ് ഖദ് സമയല്ല അല്ലെ. ഖദ് സൂറത്തുൽ മുജാദലയുടെ തുടക്കമാണ്. ഖദ് സമയല്ല തബാറക്കല്ലദീ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഓരോ ജുസുവിന്റെ പേര് അമ്മ അറിഞ്ഞൂടെ? നമ്മൾ യാസീൻ തന്നെ നമുക്ക് അറിഞ്ഞൂടെ? യാസീൻ ഓതിയാൽ തന്നെ മത്തങ്ങയുടെ വള്ളി മാരിയാ. തുടങ്ങിയ മുബീനി തന്നെ വീണ്ടും എത്തും. ചില റമദാനിലൊക്കെ യാസീൻ ഓതാൻ തുടങ്ങിയാലേ മത്തന്റെ വള്ളി മാരിയ. മത്തന്റെ വള്ളി കണ്ടിട്ടില്ലേ? മുളച്ചെടുത്ത് തന്നെ വളഞ്ഞു വരും. നമ്മൾ മുബീൻ തീരൂല. കുല്ലായിൽ കാഫിറൂനൊക്കെ എങ്ങാനും റമദാൻ ഓതാൻ തീരുമാനിച്ച തീരും. ഖദ് സമയല്ല എന്ന് പറഞ്ഞാൽ എന്നാണ്? ഖദ് സമയല്ല. അള്ളാഹു കേട്ടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പറയണം മനസ്സിലാവണില്ലേ? പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? തലയെങ്കിലും ആട്ടി മാലക്കും ലാ തന്തിക്കും നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? ഖദ് സമയ അല്ലാഹു കേട്ടു. ആരെ? എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് പഠിക്കി ഖുർആൻ. ഖദ് സമയ അല്ലാഹു കേട്ടു. ആരെ? കൗലല്ലതി, ഒരു പെണ്ണിന്റെ വാക്ക്. ഒരു പെണ്ണിന്റെ വാക്ക് പടച്ചോൻ കേട്ടു. മുഖ്യമന്ത്രിയല്ല,
മുക്കാത്ത മന്ത്രിയല്ല. രാഷ്ട്രീയം ഒന്നും പറഞ്ഞല്ലേ, ഇമ്മ LDF, ഇമ്മ UDF എന്തേലും ആവട്ടെ. ഇതൊക്കെ അല്ല ഇന്ന് എന്റെ പുറം നീ ചൊറിഞ്ഞു തന്നാൽ നാളെ അല്ല നിന്റെ പുറം ഞാൻ ചൊറിഞ്ഞു തരും. ഇതൊരു പരസ്പര സ്വയം സഹകരണ സംഘമാണ്. ഓരോന്നോരോന്ന് എങ്ങോട്ട് ചാടണമെന്ന് വിചാരിക്ക് നിൽക്കാൻ. എന്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. ഇതൊന്നൊരു രാഷ്ട്രീയത്തിൽ പ്രതിബദ്ധതയാണ് മരണം വരെ അങ്ങനെ തന്നെ. ഇതിപ്പോ ഒരാൾ UAE പോണു, ഒരാൾ ദുബൈ പോണു, ഒരാൾ അങ്ങോട്ട് മാറണു, ഒരാൾ ഇങ്ങോട്ട് മാറണു. കാലുമാറ്റം ഒരു കലയായി മാറുകയാണ്. അതിപ്പോ എവിടെയും ആകട്ടെ, നമുക്ക് പ്രശ്നമില്ല. അല്ല കേട്ടു. കൗലല്ലത്തി, ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടു. എന്ത് വാക്കാണ്? ക്യാൻസർ വന്നപ്പോ കരഞ്ഞതല്ല, കടം കേറിയപ്പോ പുലമ്പിയതല്ല. അല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ആവലാതി ഉണ്ടാവുകയും ഭർത്താവിനോട് തർക്കിക്കുകയും വതസ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിനോട് പരാതി പറയുകയും ചെയ്ത പെണ്ണിന്റെ വാക്ക് റബ്ബ് കേട്ടു നബിയെ. അല്ല കേട്ടു ഒരു പെണ്ണിന്റെ വാക്ക്. വല്ലാത്ത വാക്കാണത്. ഇതൊക്കെയാണ് ഖുർആൻ. അല്ലാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ല കേട്ടു. ഇങ്ങനെ പഠിക്കണം. നമ്മൾ ഈ ദുബൈയിൽ പോകാൻ ഒരു വിസ വന്നാ കുത്തിയിരുന്ന് അറബി പഠിക്കൂലോ, ഇല്ലേ? ഈ UAE ഖത്തർ മുഴുവനും നാദാപുരം, വടകര, പാനൂര് വരാൻ. UAE പോയൊരു പാനൂർ റെസ്റ്റോറന്റ് തന്നെയാണ്. എവിടെ പോയാലും നാദാപുരം, ഈ വടകര. ഞാൻ ഒരു ഇൻസ്റ്റയിൽ പറഞ്ഞ മാതിരി ഈ ചായ കച്ചവടം നടത്തിയിട്ട് രക്ഷപ്പെട്ട രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് നാദാപുരംകാരൻ. രണ്ടുപേരും ആ ചായ കറക്ക് ചായ കുടിക്കാൻ എന്താ UAE ദുബൈയിൽ നിന്നാണ്. എല്ലാരും പറയും കഫ്തീരി നടത്തണമെങ്കിൽ നാദാപുരം വടകരക്കാർ വേണം. വേറെ ആർക്കും ആ ഫീൽഡ് പറ്റൂല. കാരണം അവരെ അധ്വാനിക്കും, അതിന്റെ പുറകെ നടന്ന് അധ്വാനിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗൾഫിൽ പോവാൻ നമ്മൾ എന്തുമാത്രം അറബി പഠിക്കും. ഒരു കാക്ക ഗൾഫിൽ പോയി, അവൻ അത്യാവശ്യമൊക്കെ അറബി പഠിച്ചു. അപ്പൊ അറബി വന്നിട്ട് സാധനത്തിന് വില ചോദിച്ചു. കംബുലൂസ് അർബറിയാൽ. അപ്പൊ നമ്മൾ ചോദിക്കൂല ലാസ്റ്റ് എത്രക്ക് തരുമെന്ന്. അറബികളൊരു ചോദ്യമാണ്, ആഖിർ കലാം ലാസ്റ്റ് എത്ര വില? അപ്പൊ അവനോട് അറബി വെച്ചില്ല, ആഖിർ കലാം. ആ ചങ്ങായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിർ കലാം അതല്ലാതെ പിന്നെന്താ എന്ന് പറഞ്ഞത് മാതിരി നമ്മൾ അറബി ഭാഷ പഠിക്കണ്ടേ? ഗൾഫിൽ പോകാൻ മാത്രം പഠിച്ചാൽ മതിയോ? അറബി ഭാഷ പഠിക്കണം. എന്മകനേതു വിദേശത്തു പോകിലും നിന്മനെ കമ്പിലി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ താൻ നിന്തറ വാട്ടമ്മ, അന്യയാ ഭാഷ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. അറബി ഭാഷ പഠിക്കണം. ഇന്നീ ഉഹിബുൽ അറബലി സലാസിൻ, 3 പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അന അറബിയും, ഞാൻ അറബിയാണ്. വലിസാനുൽ ഖുർആൻ അറബിയും, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയും, നാളെ സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷയും അറബിയാണ്. അതുകൊണ്ട് 3 കാരണം കൊണ്ട് എനിക്ക് അറബി ഭാഷ ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറബീനെ മാത്രം ഇഷ്ടപ്പെട്ട പോരാ, അറബി ഭാഷ, ആ ഭാഷ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറയാണ്, പെങ്ങളെ പുതിയ കാലത്താവാൻ കഴിയുമെങ്കിൽ എത്ര കാലം കൊണ്ട് ഞാൻ കരയുന്നു റബ്ബേ, എത്ര കാലം കൊണ്ട് ഞാൻ കണ്ണുനീര് തൂകുന്നു റബ്ബേ. അല്ലാഹുവേ, നീ എന്റെ വാക്ക് കേൾക്കാത്തതെന്താ? അന്നത്തെ ചെവി പോലെയല്ലല്ലോ, അന്നത്തെ കേൾവി പോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ കേൾവി എന്നാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാ പറയുന്നുണ്ട്. മഹദിയായ ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. മാനായ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കാര്യത്തില് അങ്ങയോട് പരാതി പറഞ്ഞില്ല നബിയെ. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയാണ് ആ പെണ്ണ്. ഖൗല ബിൻത് സഅലബ
റളിയല്ലാഹു തആല അൻഹയാണ് ആ പെണ്ണ്. യുദ്ധം കഴിഞ്ഞ് ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷം വന്ന് ഖൗലാ ബിൻത് തഅലബയെ ഊട്ടി വിളിച്ചപ്പോ മഹദി നിസ്കരിക്കുകയാണ്. ഭർത്താവിന് വിളി കേട്ടില്ല. ആ സമയത്ത് ദേഷ്യം വന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, ഖൗലാ അന്തി അലയ്യ കൽഹിരി ഉമ്മീ എന്ന് പറഞ്ഞാൽ ലിഹാറാണ്. നിന്റെ മുതുക എന്റെ ഉമ്മാന്റെ മുതുക പോലെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. അക്കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖുണ്ടാവും. അന്തി അലയ്യ കൽഹിരി ഉമ്മി. കുറെ വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് വന്നിട്ട് വാതിലി മുട്ടി ഖൗലാ ബിൻത് തഅലബ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ മറുപടി കൊടുത്തില്ല. ദേഷ്യം വന്നപ്പോ ഭർത്താവ് പറഞ്ഞു അന്തി അലയ്യക്ക ലഹരി ഉമ്മി എന്ന് പറഞ്ഞാൽ തലാഖാണ്. പിന്നെ അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമില്ല. അക്കാലത്ത് അങ്ങനെയാണ് നിയമം. നിന്റെ മുതുക് എന്റെ ഉമ്മാന്റെ മുതുക് പോലെ ഇരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ നിയമം മാറ്റിയതൊരു പെണ്ണാണ്. എന്താ ഈ ഖുർആനാ നിങ്ങൾ എഴുതിയത്? ആ നിയമം ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ മുമ്പിൽ മാറ്റി എഴുതപ്പെട്ടു. ആ സമയത്ത് ഖൗലാ ബിൻത് തഅലബ വന്ന് നോക്കുമ്പോ ഭർത്താവ് നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അവര് തമ്മിലാണെങ്കിലോ യുദ്ധത്തിന് പോയവരാണ്. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല, റീൽസും ഒന്നുമില്ല. വന്ന് കണ്ടു, ഓടിച്ചെല്ലുമ്പോഴാണ് ഭർത്താവ് തലാക്കിയത്. ഖൗലാ ബിൻത് തഅലബ പറഞ്ഞു, ഭർത്താവെ ഞാൻ നിസ്കാരത്തിലായതുകൊണ്ടാണ് വിളിയാക്കായിരുന്നത്, നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചത്? അപ്പൊ ഇദ്ദേഹത്തിന് സങ്കടമായി. പടച്ചോനെ നിസ്കരിക്കുകയായിരുന്നല്ലോ പടച്ചോനെ, ഞാൻ വേറെ വല്ലതുമാണെന്ന് കരുതിയിട്ട് ദേശത്തിൽ പറഞ്ഞാൽ. ഈ ദേശത്തിന് തലാഖ് എന്ന് പറയുന്ന കാര്യം കളിക്കാനുള്ളതല്ല. മിക്ക ആളുകളും വിളിക്കും, ഉസ്താദെ ഞാനും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോ ദേശത്തിൽ അവളെ ഞാൻ പറഞ്ഞു നിന്നെ മുത്തലാക്കാന്ന്. ദേശത്തിൽ പറഞ്ഞാലും സ്നേഹത്തിൽ പറഞ്ഞാലും തലാഖ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ അടി കൊടുത്താലും പിന്നീട് തിരുമ്മി കൊടുത്താൽ മതി. തലാഖ് ചൊല്ലുക എന്ന് പറയുന്നത് സലാത്തുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസിലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങൾ തമാശയ്ക്ക് പറഞ്ഞാൽ ഇത് കാര്യമായിട്ട് വരും. അതിലൊന്ന് തലാഖാണ്. ഭാര്യ ഭർത്താക്കന്മാര് വഴക്കുണ്ടാക്കുമ്പോൾ തലാഖ് എന്ന വാക്കേ പറയരുത്. അത് വലിയ മസലകളുള്ള വിഷയമാണ്. തലാഖേ ചൊല്ലാൻ പാടില്ല. എന്തിനാണ് ആ പാവത്തിനെ തലാഖ് ചെല്ലേണ്ടത്? നമ്മളെ സഹിച്ചിത്ര നാൾ നിന്നതല്ലേ, നമ്മുടെ മക്കളുടെ ഉമ്മയല്ലേ, നമ്മുടെ ജീവിതത്തിൽ താങ്ങൻ തണലുമായി നിന്നവളല്ലേ. ഞാനതിൽ ആ വിഷയത്തിലോട്ട് പോകണ പറഞ്ഞാൽ വലിയ വിഷയങ്ങളിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തലാഖ് ചൊല്ലാനേ പാടില്ല. അനുവദനീയമാക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇന്ന അബ്ഗളൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. അനുവദനീയമാണ് അനിവാര്യ ഘട്ടത്തിൽ, എന്നാലും പടച്ചോന് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരേ ഒരു കാര്യം അത്തലാഖ്, തലാഖ് ചൊല്ലലാണ്. ഇനി രണ്ടുപേരും ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തലാഖ് ചൊല്ലി എന്നിരിക്കട്ടെ. തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇടരുത്. അള്ളാഹു പറയുന്നത് ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീല. രണ്ടുപേരും വേർപിരിഞ്ഞു, മാന്യമായ രീതിയിൽ വേർപിരിയണം. വേർപിരി കഴിഞ്ഞാൽ ഭർത്താവിന്റെ കുറ്റം പിന്നെ ഭാര്യ പറയാൻ പാടില്ല, ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയാൻ പാടില്ല. ഒന്നിച്ച് ജീവിച്ചപ്പോൾ എല്ലാ രഹസ്യങ്ങളും പങ്കുവെച്ചവരാണവർ. അനിവാര്യമായി പിരിയേണ്ട ഒരു സാഹചര്യം വന്നാൽ പിരിഞ്ഞു കഴിഞ്ഞാലും മാന്യത ബന്ധത്തിൽ പുലർത്തണമെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സറാഹൻ ജമീല. ഞാൻ എന്താ വേർപെട്ടെന്നറിയാവോ? അത് ശരിയില്ല, പറയരുത്. പരസ്പര ബഹുമാനത്തോടെ ബന്ധത്ത് കൊണ്ടുപോകണമെന്നാണ്. എത്ര മനോഹരമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ നിയമങ്ങളെ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിവാഹബന്ധം വേർപെടുത്തിയാൽ പോലും ഉമത്തിഉകുന്ന, അവൾക്ക് ആവശ്യമുള്ള സമ്പത്ത് കൊടുക്കണം ഇനി അവൾക്ക് ജീവിക്കാൻ. വഉസരിഹുകുന്ന സറാഹൻ ജമീല, മാന്യമായ രീതിയിൽ നമ്മൾ തമ്മിൽ യോജിച്ചു പോവില്ല. പക്ഷെ ഇത്രയും നാൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നവളാണ് നീ, ഇത്രയും നാൾ എന്റെ വസ്ത്രം അലക്കി തന്നവളാണ്, എന്റെ കൂടെ നിന്നവളാണ്, നമ്മൾ പരസ്പരം പിരിയുകയാണ് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവളെ യാത്രയാക്കണം. മുമ്പോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അടിക്കരുത്, തൊടിക്കരുത്, അവളുടെ അഭിമാനത്തെ പിച്ചി ചിന്തരുത്, അപസർപ്പക കഥകളെ വെല്ലുന്ന കഥകൾ പറയരുത്. എത്ര മനോഹരമാണ് ഖുർആൻ. അള്ളാഹു നമുക്കതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ.